കിടപ്പാണോ? തീരെ കിടപ്പാണോ? ആളറിയാമോ? എനിക്കറിയത്തില്ല. വന്നോ ഇല്ലയോ? സ്കൂളിൽ വിട്ട് പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. എന്തിനാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. പള്ളിയുടെ അച്ഛനെ നമ്മുടെ അച്ഛൻ പോയി നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വന്നാ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ഓ ഞാൻ ഓർത്തി എന്തോ ഇടപാടാണ് കേട്ടോ. പരീക്ഷ എഴുതിയായിരുന്നോ? ഞാൻ എങ്ങനെയുണ്ടായിരുന്നു? ഉച്ച കഴിഞ്ഞത്തെ എനിക്ക് സൂപ്പറായിരുന്നു. ഓ ദൈവമേ, എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും വലിയ തലേദിവസം ഞാൻ ചെറുപാനം കഴിച്ചിട്ട് കിടന്നാൽ പോരായിരുന്നു. അപ്പൊ നല്ലോണം പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയ്ക്കോ? പിന്നെന്തോ അതിനകത്ത് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു. ഓ ഞാൻ പരീക്ഷ ഞാൻ മാറി നിന്റെ പേപ്പർ കാണിച്ചു. മാർക്കാണോ? ഇതെങ്ങനെ ഒപ്പിച്ചാ നീ? 75-3. എടാ ഞാൻ കോപ്പി അടിക്കാം. ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടിരുമ്പോ അന്ന് ബയോളജി കൊണ്ടിരുമ്പോ അത് കണക്ക് എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അതാണ് ഞാൻ കൊണ്ടുവരാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് പോയിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? ഒപ്പിടത്തില്ലോടാ. ഷൈനാണോ? മാർക്ക് കുറവായതുകൊണ്ടാണ് ഈ ഷൂ എഴുതി വെച്ചേക്കുന്നത്. അല്ല എന്റെ അമ്മയുടെ ഒപ്പാതാടാ. നിന്റെ അച്ഛൻ്റെ ഒപ്പം നോളൊപ്പം ഇത് കണ്ട നല്ല പഴുതാരം വന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അച്ഛൻ ഇട്ടത് സൂപ്പർ ഒപ്പടാ. ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഒപ്പിട്ട് മേടിച്ചോണ്ട് വരാ. ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാ അത്. ഇല്ല ഞങ്ങൾ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ ഒന്ന് പറയടാ. ഞങ്ങൾ അച്ഛൻ നിനക്കറിയാൻ പറ്റുള്ളൂ പന്നിന. നിങ്ങളുടെ അച്ഛൻ സൂപ്പറാടാ. അല്ലെങ്കിൽ പറഞ്ഞില്ലേ? ഗുഡ് മോർണിംഗ് സാർ. എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കാം ഇത്? പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇത് യൂണിഫോം എന്തോ ഇത്? ബുധനാഴ്ചയായിരുന്നല്ലോ, ഞാനത് മറന്നുപോയി. അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? ശരി. അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? ഉണ്ട്. എന്നെ പിന്നെ ഇവിടെ വന്നിരിക്കുമോ? ജീവനുണ്ടോ ഈ ക്ലാസ്സിലെ? ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല. ഇല്ല, ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കും. അനന്തുണ്ടോ? പ്രസന്ന സാർ. ഇതിനോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാക്കണം. പ്രസന്റ് സാർ. സഞ്ജിത എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? എടാ ഈ ക്ലാസ്സിലെ സഞ്ജിതയുണ്ടോ? സഞ്ജിത? അത് ടൂർ പോയി കൊടുത്തില്ല. വരുന്നുണ്ടോ? വരുന്നില്ല. സാറ് വയ്ക്കോ? ഞാനും ഒരു 4-4 ആയിട്ടേ ഉള്ളൂ. വരുന്നുണ്ടോ ഈ ക്ലാസ്സിലെ? ടൂറിന് പോയി വരുന്നുണ്ടോന്ന് വെച്ചേ. അത് പറയണം. എന്തുവായാലും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ. അഖിലിന്റെ അച്ഛൻ വന്നു. പിന്നെ രാവിലെ മൈക്കാട് പഠിക്കുമ്പോൾ അച്ഛൻ വൈകിട്ട് വരത്തില്ലേ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലോ? എന്റെ അച്ഛനല്ല ഗൾഫില്, എന്റെ അച്ഛനാ ഗൾഫില്. നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാൽ മതി. സാറേ വാർപ്പ് കഴിഞ്ഞു. നമുക്ക് അടുക്കളുണ്ട്. അതിന് കെട്ടുന്ന മേച്ചിനെ വിളിക്കുന്ന പേരാ തറ. ശരി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടാന്നറിയാമോ? അങ്ങനെ ഒന്നാണ് മോനെ പോയിട്ട് സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണ്. അതിന് മണ്ടൊക്കെ ചൂടിരിപ്പുണ്ട്. പോയിട്ടുണ്ടോ? നിനക്ക് വിഷയം അറിയണോ? എന്ത് വന്നില്ലേ? പറയട്ടെ. എടാ വിഷയം പറഞ്ഞോ സാറ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം. നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണോ വിഷയം? കേട്ടാ ഇത് വല്ലാത്ത വിഷയം. ഞാൻ മറന്നിട്ടില്ല. നിനക്ക് ഐഡിയ എടുത്തോട്ടെ. ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ഞങ്ങൾ കണ്ടില്ല. എവിടെ നിർത്തുന്നു? ഗ്രാമർ, മലയാളത്തിലെ ഗ്രാമർ എടുത്തോ? ഇല്ല. എന്നാൽ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? ഇതിനകത്ത് പറയുന്നതായിട്ട് രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. പശു തന്നെയാ തൊഴിച്ചേ. കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു. തൊഴിച്ചെന്നോ? അതാ പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മം എന്നാ. ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. പണി കഴിഞ്ഞാൽ കർമ്മം ചെയ്യും. അമ്മയെ കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളമല്ലോടെ ഒരു അടിയാളൊക്കെ തരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ്സിൽ സംസാരിക്കരുത്. പറയാതെ നമുക്ക് കേൾക്കരുത്.
അതിനപ്പുറത്ത് കയറി സംസാരിച്ചോ. കേക്കയുടെ ലക്ഷണം പറയണം. അഖില് പറ. ആ 4 കാലുണ്ട്, മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. പിന്നെ മാനിനെ പോലെ കൊമ്പുണ്ട്. കേകയല്ല, കേക. കേക. നീ എന്നിട്ട് പറ. നീ പാസ് കിട്ടോടാ. കേക പറ. കേകയുടെ ലക്ഷണം പറ. 1 2 2 2 എന്നെ കൊണ്ട് 1 2 പറയിപ്പിക്കരുത്. പറയാൻ 3 2 2 3 2 എഴുത്തുകൾ. 14 6 ഗണം. ഒരുത്തവിന്റെ കേകയാ. എന്റെ അനന്തു, നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ. നിനക്ക് ഈ തുടക്കം കറക്റ്റാ, ഒടുക്കമോ കറക്റ്റാ. സെന്റർ ക്ലിയർ ചെയ്താൽ മതി. അതെന്താ അവിടെ ചെയ്യാത്തത്? എന്താ അത് ഞാൻ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചിരുന്നോ? അടുത്തേക്കോട്ട് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. പഠിച്ചോ മലയാളത്തിന്റെ പദ്യം? അടുത്ത ഓരോ അവള്. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിഹ്നം തുങ്കമ്മ വാണിജ്യോട്ടിൽ ലാളന്റെ വിദ്യാലയം. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവള കുതിയിലെ മണ്ഡല ചൂടോട്ട് വെക്ക. ഇന്നലെ എന്റെ നെഞ്ചിലെ മൺവള കണ്ടോ? മൺവളത്തില്ലേ പാടി പദ്യം പാടി. കനകച്ചിലങ്കയില്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടവിഴിയിൽ കമലകള കവിളിണയിൽ സിന്ദൂരം നടന്ന പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം. ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. ആ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോ അത് കടമഴിയിൽ കമലകളാണോ? നിനക്ക് സമാധാനം. നീതോടെ ശ്രദ്ധിക്കും. ആ പുസ്തകം കൊണ്ട് ഉണക്കി വെച്ച മലയാള മാസങ്ങൾ അതറിയാമോ? മലയാള മാസങ്ങൾ എന്ന് പറഞ്ഞേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, ആയില്യം. ആയില്യം എന്ന് വെച്ചാ സാറേ 12 മാസങ്ങൾ വേണ്ടേ? ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത്. നമ്മുടെ 12 കിട്ടിയാ പോരെ? എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. നമ്മുടെ 12 കിട്ടിയാൽ മതിയാണ്. നീ പറയണം മലയാളം നാളുകൾ എഴുതേക്ക് പറയണം. മലയാളം നാളെ. അയ്യോ കേട്ടില്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, റാണി. അതെനിക്ക് തോന്നി. റാണി ഓലി മലയാള നാളുകൾക്ക്. സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന. എനിക്ക് സഹിക്കാൻ പറ്റും. സാർ ഒന്ന് റെസ്റ്റ് എടുക്കോ 2 മിനിറ്റ്. ബുക്ക് തരാൻ എന്തോ നോക്കിട്ട് തരാ. തുറക്കല്ലേ? എന്തോ മയിൽപ്പീലി ഇരിക്കുവാ. ഇത് മയിൽപ്പീലി വെച്ചേക്കുന്നേ. എടാ മയിൽപ്പീലി ഇതിനകത്ത് പ്രസവിക്കുമ്പോഴേ ഞാൻ ക്ലാസ്സിൽ മഞ്ജു ഇല്ലോ, എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ പറ്റും. എടാ തുറക്കരുത്. ഇത് പ്രസവിച്ചില്ലല്ലോടാ. എടാ ഞാനും ആലോചിച്ച് ഒത്തിരി നാളെ വെച്ചിട്ട് എന്തോ അതൊരുക്കില്ല. അതാ ഇത് പ്രസവം നിർത്തിയ മയിൽപ്പീലിയാ. അപ്പൊ ബുക്കിനകത്തെ മയിൽപ്പീലി കൊണ്ടുവന്നു. മഞ്ജുവിനെ ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവന്നേക്കോ. ഇത് ബുക്കിനകത്ത് വെച്ചാലേ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റും. നമ്മുടെ ആഗ്രഹം സാധിക്കുന്ന പറയുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഈ ഞാൻ ബില്ല് കൊണ്ടുവരില്ല. ടീച്ചറെ വനജ ടീച്ചറെ, കുട്ടികളെ കഴിയുന്നേ ഞാനൊരു മയിൽപ്പീലി പൊക്കിയിട്ടുണ്ട്. അതൊക്കെ മതി. ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന്. ടീച്ചർ ഇത് ഹാജർ ബുക്കിനകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ? ടീച്ചറെ വെച്ചിട്ട് പോകാനോ? വൈകിട്ട് വിളിക്കാതെ. മേടിച്ചോണ്ട് വരുന്നുണ്ടോ? സംസാരിക്കരുത് വിടുന്നു കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത് കേട്ടോ. ഇത് വിളിക്കട്ടെ, സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കാം. അവിടെ കൊണ്ടുവെക്കുക സൗകര്യമാവല്ലോ. ഇനി അടിയാ ഞാൻ തരുന്നത്.
ആ മലയാളത്തിലെ പുസ്തകം മടക്കി ഹിന്ദി എടുക്കാം. ഹിന്ദി. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? പേര് അല്ല, പാവയ്ക്ക. നാം ക്യാ ഹേ അങ്ങനെ ചോദിക്കണം. നാം ക്യാ ഹേ. ഇരിക്കവിടെ. നീ ക്യാ ഹേ. ഹിന്ദി പോയം പഠിച്ചോണ്ട് വന്നിട്ടുണ്ട്. പോയോ? ആ പാസ്. ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. ഹിന്ദി പോയം ഹിന്ദി പോയം എഴുന്നേറ്റ്. അതിന്റെ ആദ്യം ഒന്ന് പറ സാർ. അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാം. ആവോ മിൽക്കർ ഗായകി എന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആവോ മിൽക്കർ ഗായേ ഗീത്, ഗായേ ഗീത് ബെടായേ ഗീത്, ഗായേ ഗീത് ബെടായേ ഗീത്, ആവോ മിൽക്കർ ഗായേ ഗീത്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. എന്തിനാണെന്നറിയാമോ? നല്ലൊരു ഹിന്ദി പോയം കൊണ്ടു ഓട്ടം തുള്ളലാക്കി പോയി. ഒരു ഓട്ടം തുള്ളലിന്റെ രീതിയിലുള്ള ഒരു പാട്ട്. മിണ്ടല്ലത് ഇവിടെ രണ്ടെണ്ണം. ആ ഹിന്ദി പുസ്തകം എടുത്ത് വെച്ച് കണക്കെടുക്കാം. അഖിലേ എന്നോടോ എഴുന്നേറ്റെ. ആ 4 പട്ടികയാണ് ഹിന്ദി. 4. ആ ഒരു 4 4 ഒരു 4 4. ആ 24 24 4 കിടന്നാലും 4 4 4. എടാ 24 8 8. ആ അതെ അതെ എഴുന്നേറ്റെ. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 2 8ന്റെ പണിയായത്. 8ന്റെ പട്ടിക 8ന്റെ 8 ആ 16. അതെ എന്റെ. എടാ ഈരട്ട് 16. ഈരട്ട് 16. മൂക്കെട്ട് മൂക്കെട്ട് മൂക്കെട്ട്. ആ നോക്കട്ടെ. മര്യാദക്ക് 2 പേരും നാളെ പട്ടിയെ പഠിച്ചോണ്ട് വന്നെ പഠിച്ചോ. ഇന്ന് ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? മൈനെ കണ്ടോ? അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് ആര്? അയ്യോ എനിക്കറിയത്തില്ല. ശാസ്ത്രത്തിന്റെ ചറമ്പ. ഹലോ. ആ വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവ് വനജ ടീച്ചറിന്റെ പിതാവ് ഗണിത ടീച്ചറിന്റെ പിതാവ് ആരാ ടീച്ചറെ? മാറിയോ? അപ്പൊ പുതിയത് മതി. ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പൊ പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. അങ്ങനെ പറഞ്ഞാൽ മതി. സിലബസ് മാറിയില്ലോടാ. ഉടനെ പിതാവും മാറും. പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. എന്തിനു പഠിക്കാൻ വരുവാടാ നേരത്തെ? വെടിക്കെട്ട് 2 കണക്കിന്റെ ബുക്ക് എടുത്തു നോക്ക്. ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ടെടുത്തേ. ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ടെടുക്കാൻ പറ. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി ഇവിടെ മൈസൂർ. അത് പറഞ്ഞു പറ്റാ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ തിരു ഞാൻ കയറി വരണ്ടേ? അതിനോട് സാഹിക പറയാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ? ജീപ്പില്. ജീപ്പിലോ? പോലീസുകാരല്ലേ? പോലീസുകാരാണ്. പോർച്ചുഗീസുകാർ അതെനിക്കറിയില്ല. കപ്പയും കൊണ്ടും കുഴുങ്ങിട്ട് പായി കയറി കിടക്കാനാണ് അവര് വന്നത്. അതോടാ അങ്ങനെ പായ് കപ്പലിൽ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ISROയുടെ പിതാവ് ആര് പറയാ? അനന്ത് പറ. ഇവനാ? ഞാനോ? ISROയുടെ പിതാവ്. എപ്പ സാർ അതിനെ വരുന്ന അന്നേരം അയ്യോ സാറോ അയ്യോ സാറോ. വിക്രം സാരാഭായ്. വിക്രം സാരാഭായ്. ഇപ്പൊ മനസ്സിലായല്ലോ, ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. അടുത്തത് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. ആ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിന്താസ്. പിന്താസോ? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഒരു ഉത്തരം നല്ല ശരിയായിട്ടില്ല. ഇവിടെ കേൾക്കണം. ലോകത്തിലെ 2 അത്ഭുതങ്ങൾ. 7 ഉണ്ട്. 7 അത്ഭുതങ്ങളാണുള്ളത്. 2 നീ ഒന്ന് പറയുന്നു. കറക്റ്റ് പറ. അനന്ത് പറ. ചൈനയിലെ വെഞ്ചരൽ വൻപയർ. ചീത്തയാണോ? ഞാൻ
അങ്ങനെ മതിൽ എന്നാണ് പറഞ്ഞത്. ആ ചൈനയുടെ വൻമതിൽ. കണ്ണുമതി. ആ തെറ്റിക്കരുത്. ഇല്ല ഇല്ല. രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതങ്ങനെ പറഞ്ഞേ. കുട്ടപ്പനാര് കുട്ടപ്പൻ നില്ല ഉപ്പാപ്പൻ. ചരിഞ്ഞിരിക്കുന്ന പിസ പിസ വിസയുടെ ബർഗർ. അത് തിന്നു സാധനമാ. എടാ അതിന്റെ പേരെന്തുവാന്നാ ചോദിച്ചത്? ഞങ്ങൾക്കറിയില്ല സാറ് പറഞ്ഞു. വനജ ടീച്ചറെ, ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? കുഴപ്പമില്ല. എന്തോ പറഞ്ഞു സാറേ? ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നതൊന്നും വലിയ അനുഭവപ്പെടാനില്ലെന്നാ ടീച്ചർ. അപ്പൊ ഞാൻ വിശദീകരിച്ചോട്ടെ. പിന്നീട് നോക്കാം. ഏറ്റവും സംസാരിക്കരുത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്താ. അടുക്കള ഭാഗത്ത്. അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല സാറേ, കൂടുതൽ അവിടെ കിട്ടുന്നത്. എടാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിൽ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ പോയി എവിടെ ഇത് ലഭിക്കുന്ന നോക്കാം. അമ്മ മഴയെ തിറക്കുവോ? ഇറക്കി വിടുവോ? എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമില്ലേ? ഇറങ്ങി വാടാ. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ. ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ടോ, എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോലെ ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലേക്ക് മഴ ലഭിക്കുക. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് എവിടെ? ലക്കട. ലക്കട. ലക്കട എന്നോടാ ലക്കടി. ഞാൻ ആരെ എടി പോലെന്ന് വിളിക്കുന്നത്. ഞങ്ങളെ അമ്മ അങ്ങനെയൊന്നും എന്നെ പഠിപ്പിച്ചില്ല. ഇനി ഹിസ്റ്ററിക്കകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാമോ? സാറേ എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് സംശയം ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാകില്ലേ? ഈ വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരെന്തുവാ? തടത്തിൽ പുത്തൻ വീട്. മറക്കാൻ എഴുതിയതാണ്. എടാ അത് എന്റെ വീട്ടുപേരാണ്. വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരാണ്. എന്തുവാണ്? എന്തിനു വരുവാടാ നീക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഹിസ്റ്ററിയുടെ പുസ്തകം മടക്കി വെക്കും. ബയോളജിയുടെ പുസ്തകം. അടുത്ത പോള. ബയോളജി എന്നാൽ ജീവശാസ്ത്രം, അറിയാമോ? അപ്പം ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു. ആനന്ദ് വരച്ചോണ്ട് ഒന്ന് കാണിച്ചു. ഞാൻ വരച്ചത് ഇതേ ശരിയാണ്. കൈ കൊണ്ട് നീട്ടി. കൈ നീട്ടാണ്. കൈ നീട്ടാ. എന്തിനാന്നറിയാമോ? ഇല്ല. കൊച്ചമീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ കൊച്ചിൻ കലീബയുടെ പടം വരച്ചോണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ഓർത്ത് കൊച്ചിൻ കലീബയുടെ പടം വരച്ചു. സംസാരിക്കരുത്, ഞാൻ പറഞ്ഞേക്കാൻ വിടുന്നുണ്ട് കേട്ടോ. ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഫിസിക്സിന്റെ പുസ്തകം. ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം. ദ്രവ്യത്തെയും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ്. എന്തു പറയും? എന്തോ പറയാനാ സാറേ ഇങ്ങനെ പോകുന്നു. ഫിസിക്സ് എന്ന് പറയുന്നത് ഞാൻ പറയുമോ? സാറ് പറഞ്ഞാൽ മതി, പിന്നെ ഞാൻ പറഞ്ഞതേ കാണത്തുള്ളൂ. എനിക്ക് നിങ്ങൾ ഇതുപോലെ പറ്റിയതാ. എന്തോ പ്രശ്നമായിരുന്നറിയാം. ഞാൻ ഏതാണ് പറഞ്ഞത്? ഞങ്ങൾ അച്ഛൻ പോലും ഓടിയില്ല. ഞാൻ പറയത്തില്ല. പിന്നെ ഗ്രാവിറ്റി എന്നാൽ എന്ത്? അഖിൽ എഴുന്നേറ്റ് പറ. മൂന്നാറ് മലനിരകളിൽ ഇത്രയും വളർന്നൊരു ചെടി, അതിന് ഇല പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഗ്രാവിറ്റി. ഇവിടെ അത് ഗ്രാവിറ്റി ചെയ്യില്ല. ഇന്നത്തെ വെച്ചേ ഗ്രാവിറ്റി ഗ്രാവിറ്റി ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങോട്ട് കീഴിലേക്ക് ആകർഷിക്കുന്നു, കേന്ദ്രത്തിലേക്ക്. ശരിയാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നു. അത് ഫില്ലാക്കത്. അതിന് ഗ്രാവിറ്റി എന്ന് പറയുന്നു. ഇരിക്കാതെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫില്ലാക്കണം. അപ്പൊ ഇനി ഇത്രയും മതി. സ്റ്റാർട്ടപ്പ്. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, നമുക്ക് കുറച്ച് നേരം ഈ പഠിത്തമൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾ പടമൊക്കെ വരയ്ക്കും. ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണ്. കുറച്ചൊക്കെ വരയ്ക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ബോഡിയിൽ വരച്ച് വിഷയം വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ